ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. അപ്പം ഗണപതി ബാപ്പ മോര്യ. നിങ്ങൾ വീട്ടിലൊക്കെ ഗണപതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഗണപതിയുടെ വിസർജനമായി. അപ്പം നേരത്തെ എടുത്ത വീഡിയോസ് ആകട്ടോ അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീരെ സമയം കിട്ടില്ല ഓണത്തിനൊന്നും വീഡിയോസ് ഒന്നും ഉണ്ടാക്കാനോ ഇടാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നാണെങ്കിൽ എങ്ങനെയാണ് ബേസൻ്റെ മോദക് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ ഒരു 1/4 കപ്പാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യ് ഒന്ന് മെൽറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് നമുക്കാണെങ്കിൽ 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും നെയ്യ് കുറവാണ്. നെയ്യ് കുറവൊന്നുമല്ല, പാകത്തിനുള്ള നെയ്യുണ്ട്. അപ്പോൾ ഇനി എക്സ്ട്രാ നെയ്യ് ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് നല്ല പാകത്തിന് മൂത്ത് വന്നിട്ട് ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ആദ്യമാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഈ മോദക്ക് നല്ല സിമ്പിളാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് അത്. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു, നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കാണെങ്കിൽ 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലെ പാലോ അല്ലെങ്കിൽ ചൂട് പാലോ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. തണുത്ത പാലൊന്നും എടുത്ത് ഒഴിച്ച് കൊടുക്കല്ലേ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ ഡൗൺ ആയി പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് എപ്പോഴും നമ്മളാണെങ്കിൽ ഒഴിച്ച് കൊടുക്കും. എന്ത് സാധനം ചൂടായിരിക്കുവാണെങ്കിൽ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ ചൂടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറുള്ള സാധനങ്ങളോ ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാലെടുത്ത് കുങ്കുമപ്പൂ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ അത് ഒഴിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഓപ്ഷനലാണ് കേട്ടോ, ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സായി, പാലെല്ലാം നന്നായിട്ട് മിക്സായി നെയ്യൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയപ്പം ഞാൻ ചെറിയൊരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ടൊരു ഷൈനിങ് കിട്ടാനായിട്ടും നല്ലതായിട്ട് കാണാനൊരു ലുക്ക്, നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട് കണ്ടോ, പേനൊക്കെ വിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ കയ്യിലാണെങ്കിൽ ഇച്ചിരി എടുത്തിട്ട് ഒരു ഉരുളയാക്കി നോക്കുക. കയ്യിൽ നമ്മുടെ ഒട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രയും മതി എന്നാ കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതുവരത്തേക്ക് നമുക്ക് അകത്ത് സ്റ്റഫിങ് വെക്കണ്ടേ. അപ്പോൾ അത് നമുക്കാണെങ്കിൽ റെഡിയാക്കി ഞാൻ ഗുൽക്കന്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഗുൽക്കന്ത് ഇല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ അണ്ടിപ്പരിപ്പോ ബദാമോ എന്തോ വേണ്ടതെന്ന് വെച്ചാൽ ചെറുതായി ചോപ്പ് ചെയ്ത് ഇത് വെച്ച് കൊടുക്കാം. അതും ഇല്ലെങ്കിൽ അതിൻ്റെ പകരം നമ്മൾ ഉണക്കമുന്തിരിങ്ങയില്ലേ, കിഷ്മിഷ്, അതാണെങ്കിൽ നമുക്ക് റീസൺസ് അതാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അകത്ത് സ്റ്റഫിങ്ങിന് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഏറ്റവും ആദ്യം ഇതുപോലെ മോദൊക്കെ നച്ച് നമുക്ക് എന്താണ് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ പിസ്സയും ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കാണെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിങ്ങനെ ഫില്ലിങ് നമ്മളകത്ത് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളാണെങ്കിൽ നമ്മുടെ ഗുൽക്കന്ത് നമ്മൾ ബോൾസാക്കി റെഡിയാക്കി വെച്ചാൽ അത് നമ്മളകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ മേളിൽ നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. നല്ല സിമ്പിളല്ലേ. ഗണപതി ഉള്ള ദിവസം എല്ലാ ദിവസവും ഞാൻ ഓരോന്ന് ഉണ്ടാക്കി ഇതുപോലെ പ്രസാദത്തിന് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചൂർമ ലഡു ഇവിടെ ഗുജറാത്തികളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലഡുവിൻ്റെ ഞാൻ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ അതും ഒരു ദിവസം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഓരോന്നോരോന്നായിട്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ ചെയ്ത് കൊടുത്തത് എല്ലാം റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതെല്ലാം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും. ഒന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും വീട്ടിലുള്ളതിനെ കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പറഞ്ഞതുപോലെ ഞാൻ ഗുൽക്കന്ത് ഇട്ടോണം. നിങ്ങൾക്ക് ഗുൽക്കന്ത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ പകരം മുന്തിരിങ്ങയാണെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതേ കണ്ടോ, ഇങ്ങനെ നമ്മൾ മോദൊക്കെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗണപതി ബപ്പായ്ക്ക് പ്രസാദത്തിന് വേണ്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ വീഡിയോസും റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ നാളെ എന്തൊക്കെയാണ് പുതിയ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഗണപതി ബപ്പ മോര്യ.